ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോയാ ബോൾ വെച്ച് തോരൻ. അതിനാവശ്യമായ സാധനങ്ങൾ സോയാ ബോളും മുട്ടയും ഇഞ്ചി വെളുത്തുള്ളി ഒനിയൻ പച്ചമുളക്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിന് പകരം ജീരകം ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും സവാളയും ക്യാരറ്റും ഇട്ട് വഴറ്റുക. ഈ കൂട്ടിലോട്ട് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കറി മസാലയും ഇട്ട് ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം വേവിച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന സോയാ ബോളും ചേർത്ത് വഴറ്റുക. ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും ചേർത്ത് വഴറ്റണം. സോയാ ബോൾസ് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി സോയാ ബോളിൽ വെള്ളം മുഴുവനും വറ്റുന്നത് വരെയും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അതിനുശേഷം മാത്രമേ 3 മുട്ട അതിൻ്റെ മധ്യഭാഗത്തോട്ട് പൊട്ടിച്ചൊഴിക്കണം. സോയാ ബോൾസും മുട്ടയും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ച് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സോയാബീൻ മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട്.